ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള വേടൻ, നമ്മുടെ സുരേഷ് ഗോപി, പിന്നെ നമ്മുടെ ലാലേട്ടൻ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ലാലേട്ടൻ്റെ കേസാണ്. ലാലേട്ടൻ്റെ കേസ് പറയുമ്പോൾ ഒരു ആനക്കൊമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2013 ഒരു ആനക്കൊമ്പ് ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഈ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ലാലേട്ടൻ്റെ സുഹൃത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലാലേട്ടൻ ഈ ആനക്കൊമ്പ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടന് സ്വന്തമായിട്ട് ഈ ഒരു ആനക്കൊമ്പ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേസിൽ. പിന്നെ നമ്മുടെ ആദ്യം അറസ്റ്റ് ആകുകയോ മറ്റുള്ളതോ ഒന്നും ചെയ്തിട്ടില്ല. വിളിച്ച് വരുത്തി ചോദ്യം ചെയ്ത് വിടുകയാണ് ലാലേട്ടൻ്റെ കേസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലാലേട്ടൻ അത് സ്വന്തമാക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പുലിപ്പല്ല് അത് മാലയിൽ കോർത്തിട്ട് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ പുലിപ്പല്ലുമായിട്ട് തൃശ്ശൂരും കണ്ണൂരും നടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ദൃശ്യത്തിൽ കാണുന്നത്. എന്തായാലും ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഒരു വ്യക്തി. ഇതിന് നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വേടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വേടൻ ഒരു പുലിപ്പല്ല് അത് മാലയിൽ കോർത്തിട്ട് ഇപ്പോൾ കേസാക്കിയിരിക്കുകയാണ്. ഫോറസ്റ്റുകാർ തെളിവെടുപ്പിനായിട്ട് ഈ ഒരു വ്യക്തിനെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി സുഹൃത്ത് തന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേടൻ്റെ കാര്യത്തിൽ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സുഹൃത്തിനെയും വിളിച്ച് വരുത്തി ചോദ്യം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെളിവെടുപ്പെല്ലാം നടക്കട്ടെ ഗൈസ്. അപ്പോൾ ഇവരുടെ 3 പേരുടെ ഭാഗത്ത് നിന്നും 3 വ്യത്യസ്ത തരത്തിലുള്ള കേസുകളാണ് ഈ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വേടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വേടനെ അറസ്റ്റിലാക്കിയിട്ടാണ് ഈ ഒരു തെളിവെടുപ്പും മറ്റുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.